ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കഴിഞ്ഞ 2-3 വീഡിയോ, ഒരു 3-4 വീഡിയോ പുറകോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ അധിക വീഡിയോ ചെയ്തിട്ടുള്ള കാറിനകത്തു നിന്നാണ്. പിന്നെ പുറത്തുനിന്ന് ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ അവിടെ നിന്നൊക്കെ എടുത്ത വീഡിയോ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് സൗണ്ടിൻ്റെ ഒരു പ്രശ്നം. ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് കാർ ചൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എൻ്റെ റിവ്യൂയുടെ സമയത്ത്. കൂടുതലും കാറിനുള്ളാകുമ്പോൾ പിന്നെ പുറത്തുള്ള നോയ്സും കാര്യങ്ങളൊന്നും കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാർ പ്രിഫർ ചെയ്ത് എടുത്തിരുന്നത്. പക്ഷെ പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു പുറത്ത് ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് ഷൂട്ട് ചെയ്യണം, പല വ്ളോഗുകൾ ചെയ്യണം. കഴിഞ്ഞ ദിവസം ഓണം വ്ളോഗ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പലപ്പോഴും ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇതാണ്, മൈക്ക് ഉണ്ടായിരുന്നില്ല. ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് നോയ്സും കാര്യങ്ങളും ഒക്കെ. പക്ഷെ എന്താണ് എനിക്കിതിനൊരു മൈക്ക് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വലിയൊരു ഏത് ബ്രാൻഡ് എന്നുള്ളതൊന്നും എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫൈനലി ഞാൻ കുറച്ച് റിസർച്ച്, കുറച്ച് സെർച്ചിങ്ങും നമ്മുടെ റിവ്യൂവും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോർമലി ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു പ്രൊഡക്റ്റ്, ഹോളി ലാൻഡ്. ഞാൻ പ്രൊഡക്റ്റ് കാണിച്ചു തരാം. ഹോളി ലാൻഡ് ഇതിൻ്റെ ഒരു മൈക്ക്. ആക്ച്വലി ഞാൻ പല യൂട്യൂബേഴ്സിൻ്റെ അടുത്തും ഞാൻ കണ്ടു. ആക്ച്വലി ഈ ഒരു ബട്ടൺ, ഇപ്പോൾ ഞാൻ എൻ്റെ വോയിസ് കേൾക്കുന്നത് ഈ ഒരു മൈക്കിലൂടെ ആവും നിങ്ങൾ. ആക്ച്വലി ഇതൊരു ബട്ടൺ പോലെ, അത്രയും നമുക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണെന്ന് തന്നെ പറയാം. ഭയങ്കര ഒരു ബട്ടൺ അത്രയേ ഉള്ളൂ. പിന്നെ ഇതൊരു മാഗ്നറ്റ് ആയിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. നമുക്കിത് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു റിവ്യൂ, എൻ്റെ യൂസർ റിവ്യൂ, ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളൊരു റിവ്യൂ ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മൈക്കോ ആരെങ്കിലും ചൂസ് ചെയ്യാൻ ഒരു ഡൗട്ട് അടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നുവാണെങ്കിൽ വാങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ആക്ച്വലി ബോക്സ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഇയർബഡ്സ് ഒക്കെ കിട്ടുന്ന പോലെ ഒരു കുഞ്ഞു ബോക്സ് കിട്ടും. ഇതിനകത്താണ് മൈക്ക് വരുന്നത്. ഇതിനകത്ത് 2 മൈക്കും ഫോണുമായിട്ട് കണക്ട് ചെയ്യാവുന്ന ട്രാൻസ്മിറ്ററും. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു കിഴി, അത് നമ്മുടെ ഹോളി ലാൻഡിൻ്റെ എംപ്ലോയി ഒരു കിഴി ഉണ്ടാവും. ഇതിനകത്താണ് നമ്മുടെ ബാക്കി സാധനങ്ങളുള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് ആ ഒരു സഞ്ചിക്കകത്ത് ഇതുപോലെ നമ്മുടെ Type-C ചാർജർ ആണ് ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, കഴുത്തിൽ ഇടുന്ന പോലെ നമുക്ക് മാഗ്നറ്റ് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഒരു മാല പോലെ കണക്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒരു 2 മാല പോലെ കിട്ടും. ഇതിനകത്ത് മാഗ്നറ്റ് ആണ്, അവിടെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടാൻ പോകുന്ന നമുക്കൊരു 2 ക്ലിപ്പ് ഉണ്ടാവും. നമുക്ക് ഇതുപോലെ നമുക്ക് മാല അല്ലാതെ യൂസ് ചെയ്യാൻ, നമുക്ക് ഷട്ടിലൊക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ക്ലിപ്പും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഒരു വീക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്കൊരു നല്ല ചാർജിങ് ബാക്കപ്പ് അറൗണ്ട് 30 hours ആണ് പെർ മൈക്ക് അവർ പറയുന്നത്. ആക്ച്വലി നല്ല രീതിയിൽ ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ട് ഇതുവരെ എനിക്ക് ചാർജ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അത്രയും നേരം ചാർജ് ചെയ്യാൻ നിൽക്കും. നിങ്ങളിപ്പോൾ ഈ ബട്ടണിൻ്റെ ഒരു ഗ്രീൻ ലൈറ്റ് കാണുന്നില്ലേ, ഇത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയതുകൊണ്ട് ഇങ്ങനെ വരുന്ന കളറാണ്. പിന്നെ നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ബട്ടൺ, ഇതിനകത്തൊരു ബട്ടൺ വരുന്നുണ്ട്, യെല്ലോ കളർ ബട്ടൺ വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്യുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ബട്ടണാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റൂമിൽ ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാൻ്റെ സൗണ്ട് വളരെയധികം അത്ര ഇതായിട്ട് കേൾക്കുന്നുണ്ടാവില്ല. എൻ്റെ വോയിസ് ആയിരിക്കും പ്രയോറിറ്റൈസ് ചെയ്ത് കേൾക്കുന്നത്. ഞാൻ ഇതൊന്ന് ഓഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നോയ്സ്, ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ചുകൂടി കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നോയ്സ് ക്യാൻസലേഷൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി വളരെയധികം പ്രയോറിറ്റൈസ്, നമ്മുടെ വോയിസിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ആക്ച്വലി ബാക്കി ഔട്ട്ഡോർ ഷൂട്ട് ചെയ്തപ്പോഴും എൻ്റെ ഒരു ലാസ്റ്റ് വ്ളോഗിൻ്റെ സമയത്തും ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പോലും അത്യാവശ്യം സൗണ്ട് അതിനായിട്ട് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ലാസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ ഇതേപോലെ ഓൺ ആക്കിയിട്ടാണ്. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ആക്ച്വലി നല്ലൊരു കിടിലൊരു പ്രൊഡക്റ്റ് ആണ്. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്തിരുന്ന മൈക്കാണ് എങ്കിൽ പോലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് 10,990 ആണ്. ആൻഡ്രോയിഡിന് സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ഐഫോൺ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു പോർട്ടലിന് സപ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്മിറ്റർ നമുക്ക് അവൈലബിൾ ആണ്. രണ്ടും അവൈലബിൾ ആയിട്ടുള്ള കോംബോ പാക്കേജും ഉണ്ട്. അപ്പോൾ അതിന് അറൗണ്ട് 13,000 ആണ് റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഏതാണോ അതനുസരിച്ച് ചൂസ് ചെയ്യാം. അപ്പോൾ ഏതായാലും ഇതൊരു പ്രൊഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ്. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെ കൂടുതൽ വീഡിയോകൾ, ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങൾ മുന്നിലെത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.